റംസാൻ 27-ാം രാവിന്റെ പുണ്യം തേടി വിശ്വാസി ലക്ഷങ്ങൾ മലപ്പുറം സ്വലാത്ത് നഗറിലേക്ക് ഒഴുകിയെത്തി. 27-ാം രാവിൽ മക്ക മദീന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ സംഗമമാണ് സ്വലാത്ത് നഗറിലേത്. മാസം തോറും നടത്തി വരാറുള്ള സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം കൂടിയാണിത്. വെള്ളിയാഴ്ച രാവും 27-ാം രാവും ഒരുമിച്ചെത്തിയത് വിശ്വാസികൾക്ക് ഏറെ ആത്മസംതൃപ്തി ഏകി. പ്രഭാതം മുതൽ തന്നെ മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നു. ഉച്ചയ്ക്ക് 1 മുതൽ നടന്ന അസ്മാഉൽ ബദ്രിയിൽ മജ്ലിസോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈകുന്നേരത്തോടെ പ്രധാന ഗ്രൗണ്ടും മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദും നിറഞ്ഞു കവിഞ്ഞു. തുടർന്ന് 1 ലക്ഷം പേർ സംബന്ധിച്ച മെഗാ ഇഫ്താർ നടന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ഉമ്മനെ വെട്ടിക്കൊന്നവരും ഉമ്മനെ വ്യഭിചരിച്ചവരും പരസ്പരം വെട്ടിക്കൊന്നവരും ഇങ്ങനെ പല കഥകളും നമ്മൾ കേട്ടില്ലേ. പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണ് ഈ ലഹരി സാധനങ്ങളെ നിരോധിച്ചത്? ലഹരി മനുഷ്യന്റെ അഖലിനെ, മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ച് കളയുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ആ ലഹരി ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടാൽ പിന്നെ അവിടെ ഇരിക്കൂല. റസൂലുള്ളാഹിനെ കാണുമ്പോൾ നിൽക്കുകയല്ലാതെ ഒരിക്കലും ഇരിക്കുക പോലും ചെയ്യില്ല. അങ്ങനത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിന് കള്ള് ഹറാമാകുന്നതിൻ്റെ മുമ്പ് അലാ യാ ഹംദു ലിസ്സുഖുഫിൻ നിവാഇ വഹുന്ന മുഅക്കലതുൻ ബിൽ ഫിനായി. സംസ്ഥാന പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി. മഅ്ദിൻ അക്കാദമി ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പ്രതിജ്ഞയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. 1 വർഷം നീണ്ടു നിൽക്കുന്ന മഅ്ദിൻ അക്കാദമി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.